നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ സേതൂർ ഭരണാധികാരി തന്റെ ഭാര്യമാരിൽ ഒരാളായ കാമാക്ഷിക്ക് കൊടുംകാടിന്റെ നടുവിൽ തലയെടുപ്പോടി നിൽക്കുന്ന ഒരു കുന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 275 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുന്ന് ശ്രീ രാജ എന്നയാൾ കൈവശപ്പെടുത്തുകയും കൃഷിക്ക് നിലമൊരുക്കാനായി കാട് വെട്ടിത്തെളിച്ച് വഴിയൊരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൊല്ലം ജില്ലയുടെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന, രാജാക്കൂപ്പ് എന്നറിയപ്പെട്ട രാജാത്തോട്ടം എന്ന് ഇന്നറിയപ്പെടുന്ന ഈ മലനിരകളുടെ ആരംഭം. 80 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിക്കായി കുടിയേറി പാർത്ത കുടുംബങ്ങളിൽ ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ തേടി പോയവരെ ഒഴിച്ചാൽ 10 കുടുംബങ്ങൾ മാത്രമാണ് ഇന്നും ഇവിടെ അവശേഷിക്കുന്നത്. നാഷണൽ ഹൈവേ 744 തെന്മലയിൽ നിന്നും 20 കിലോമീറ്റർ സഞ്ചരിച്ച് ചെറിയ ഇടതൂർന്ന വനത്തിലൂടെ പ്രവേശിച്ച് പുൽമേടുകളിലേക്കെത്തി നേരെ മുന്നിൽ കാണുന്ന കുത്തനെയുള്ള മലയെ ലക്ഷ്യമാക്കി നടന്നാൽ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ 360 ഡിഗ്രി വ്യൂ പോയിന്റിലെത്താം. സമുദ്രനിരപ്പിൽ നിന്നും 2700 അടി ഉയരത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റിൽ ഒരു ഭാഗത്ത് പച്ചപ്പണിഞ്ഞു കിടക്കുന്ന വനവും മലനിരകളും, മറുഭാഗത്ത് വിശാലമായ തമിഴ്നാടൻ ഗ്രാമക്കാഴ്ചകളുമാണ്. മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കാണാത്ത വിധമുള്ള കോടമഞ്ഞും എപ്പോൾ വന്നാലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള കാറുകളിൽ ഇവിടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ഏകദേശം 1.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് വേണം മുകളിലെത്താൻ. അതുപോലെ തന്നെ വനഭൂമിയിൽ അതിക്രമിച്ചു കയറുന്നത് ശിക്ഷാർഹവുമാണ്. കൊല്ലം ജില്ലയിൽ എന്തുണ്ടടാ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ചങ്കിന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കുമുണ്ടടാ ഒരു മീശപ്പുലിമലയെന്ന്.